ഈ പുസ്തകത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ പുസ്തകത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നത്, അപ്പൊ നമ്മളെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി. കേൾക്കുന്നവരും അങ്ങനെ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി. എന്നാൽ അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ മൂന്നാമത്തെ കാര്യം നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. വായിച്ച് കേൾപ്പിക്കാനും പറ്റും, കേൾക്കാനും പറ്റും. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണ്. പല ദൈവദാസന്മാരുടെ അടുത്തോട്ട് പല വിശ്വാസികളും ചെന്ന് ചോദിക്കാറുണ്ട്, അയ്യോ ഇത് വേദപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ എഴുതിയിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ അവർ പറയും വേദപുസ്തകത്തിൽ പല കാര്യവും എഴുതി വെച്ചേക്കും, പക്ഷെ ഇതുപോലങ്ങ് നടത്താനും ഇതുപോലങ്ങ് അനുസരിക്കാനും ഇതുപോലങ്ങ് പ്രവർത്തിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടാന്ന് പറയും. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ആത്മീയമായ അധപതനത്തിന്റെ കാരണം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേദപുസ്തകം അനുസരിച്ച് അറിയാം. അതിലെ വചനങ്ങൾ അനുസരിക്കുന്നവന് മാത്രമേ ദൈവം വാഗ്ദത്തങ്ങൾ നൽകുകയുള്ളൂ. അതിലെ വചനങ്ങൾ പ്രമാണിക്കുന്നവന് മാത്രമേ ദൈവം കൃപകൾ നൽകുകയുള്ളൂ. അതിലെ കാര്യങ്ങൾ അനുവർത്തിക്കുന്നവന് മാത്രമേ ദൈവം അതിൻ്റെതായ രീതിയിൽ അനുഗ്രഹങ്ങളെ നൽകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വചനങ്ങൾക്ക് വലിയ സ്ഥാനം വേണം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വലിയ അതിശയം നടക്കുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം വീടുകളിൽ പഴയ കാലത്ത് പ്രായമുള്ള ആളുകള് അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ തന്നെ ആ വചനം ഇങ്ങനെ ജീവനോടെ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുമായിരുന്നു. ഇന്ന് വേദപുസ്തകം വായിക്കുന്നവർ വളരെ കുറവാണ്. ഇന്ന് വേദപുസ്തകത്തിന്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കുന്നവർ കുറവാണ്. എല്ലാവർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കണ്ടാൽ മതി. എല്ലാവർക്കും രോഗസൗഖ്യം മാത്രം മതി. ആ വേദപുസ്തകത്തിന്റെ ഹൃദയമായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ ഒരു ന്യൂനതയാണ്. പ്രിയമുള്ളവരെ, ഇത് നിങ്ങളുമൊക്കെ അല്പസമയം ചിന്തിക്കുവാനായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളനടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മണിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. പ്രിയമുള്ളവർ, ഇത് പലരും ചിന്തിക്കുകയാണ്, ഇതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറയുന്നൊരു പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ വന്നത്? ഈ മഴയും ഈ കാലാവസ്ഥയിലെ പ്രശ്നങ്ങളും എല്ലാം സഹിച്ച് ഉള്ളതെല്ലാം വിറ്റ് കൊടുക്കാനല്ല ഞങ്ങൾ വന്നത്. ഇപ്പം ഉള്ളതിന്റെ കൂടെ കുറച്ചുകൂടെ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ വന്നത്. നിക്ഷേപ കേന്ദ്രം തകർന്നാൽ അനേകം നഷ്ടങ്ങളും അനേകം തകർച്ചകളും ഉണ്ടാവും. വലുതായ എന്തിനോ വേണ്ടി, അല്ലെങ്കിൽ വലുതായ എന്തോ ഒന്നിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. അതാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഒന്നാമതായി നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഇന്ന് എവിടെയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു. എന്റെ ചിന്തകളും ആഗ്രഹങ്ങളും ഇന്ന് എവിടെയായിരിക്കുന്നു? ഏതിന്റെ മുമ്പിൽ ഞാൻ എന്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും അടിമപ്പെടുത്തിയിരിക്കുന്നു? എന്റെ ദൈവത്തിന്റെ മുൻപിലാണോ ഞാൻ എന്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും അടിമപ്പെടുത്തിയിരിക്കുന്നത്? അനേകരുടെ ജീവിതം പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കേണ്ട, സമർപ്പിക്കേണ്ട ചിന്തകളും ആഗ്രഹങ്ങളും ദൈവത്തിന് മുൻപിൽ കൊടുക്കാതെ പിശാച് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ നിന്റെ ചിന്തയെ, നിന്റെ ആഗ്രഹങ്ങളെ ഇന്ന് യേശുവിന് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിന്റെ നിക്ഷേപ കേന്ദ്രത്തിന്റെ ശരിയായ നിക്ഷേപം എന്ന് പറയുന്നത്. മുങ്ങിക്കൊണ്ടിരുന്ന ഒരു കപ്പലിൽ
സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇരുന്ന് ഒരു സഹയാത്രിക ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വൈ ഡു യു റിമെയിൻ കൂൾ ആൻഡ് തോട്ട്ലെസ്? നിങ്ങൾ എന്താണ് നിസ്സംഗതയും ചിന്തയില്ലാത്തതുമായി ഇങ്ങനെ ഇരിക്കുന്നത്? എപ്പോഴാന്ന് ആലോചിക്കണം. കപ്പൽ മുങ്ങാൻ പോവാ. ഒരു യാത്രയിലാണ് അവരെല്ലാവരും. അനേകം ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകൾ ആ കപ്പലിലുണ്ട്. ആ കപ്പൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങാൻ പോവല്ല, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സ്ത്രീ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുവാൻ പോകുന്നു എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ താടിക്ക് കയ്യും കൊടുത്ത് എന്തൊക്കെയോ സംഭവിച്ചതുപോലെ ഇനിയും ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെ ആരോട് സംസാരിക്കത്തില്ല. അയൽക്കാരെ കാണണ്ട, സ്നേഹിതന്മാരെ കാണണ്ട, പ്രിയപ്പെട്ടവരെ കാണണ്ട, ബന്ധുമിത്രാദികളെ കാണണ്ട, പള്ളിയിൽ പോകണ്ട, ആത്മീയ കാര്യങ്ങൾ സംബന്ധിക്കേണ്ട, പിന്നെല്ലാം ചിന്തകൾ മാത്രമാണ്. ആ സ്ത്രീ പറയുകയാണ്, ഞാൻ ഈ കപ്പലിൽ കയറിയത് എന്റെ മൂത്ത മകളുടെ അടുത്തേക്ക് പോകുന്നതിനാണ്. എനിക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇളയ മകൾ എനിക്ക് ഉണ്ടായിരുന്നു. ആ മകൾ കുറച്ചുനാൾ മുമ്പ് മരിച്ചുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ എന്ന നിലയിൽ ഈ 2 മക്കളും എനിക്ക് ഒരുപോലെയാണ്. ആ സ്ത്രീ പറയുകയാണ്, ഈ കപ്പൽ മുങ്ങിയാൽ ഞാൻ നിത്യതയിൽ ചെന്ന് എന്റെ ഇളയ മകളെ കാണും. അതല്ല, ഈ കപ്പൽ മുങ്ങിയില്ലെങ്കിൽ ഞാൻ എന്റെ മൂത്ത മകളുടെ അടുത്തെത്തും. ആ സ്ത്രീ അവളുടെ ചിന്തകളും ആഗ്രഹങ്ങളും 2 രീതിയിലാണ് നിക്ഷേപിച്ചത്. ഒന്നാമതായി ഇറ്റേണൽ ലൈഫിന് വേണ്ടി, അതായത് നിത്യതയിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവളുടെ ജീവിതത്തെ അവൾ സമർപ്പിച്ചു കൊടുത്തു. രണ്ടാമതായി അവൾ അവളുടെ ജീവിതത്തെ സമർപ്പിച്ചത്, നിക്ഷേപിച്ചത് വേൾഡ്ലി, അതായത് ലൗകികമായി. ഒരു ക്രിസ്ത്യൻ ബിലീവറിനെ സംബന്ധിച്ചോളം അവന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. We are the people who possess a double citizenship. നാം 2 പൗരത്വത്തിന്റെ ഉടമകളാണ്. 40, 50, 60, 80 വയസ്സിൽ തീരുന്ന ഈ ലോകത്തിലെ ക്ഷണികമായ ജീവിതമടങ്ങുന്ന ഒരു പൗരത്വം. രണ്ടാമതായി നിത്യമായി നിലനിൽക്കുന്ന ഒരു സ്വർഗീയ പൗരത്വത്തിന്റെ ഉടമയായി നിങ്ങളെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നു എങ്കിൽ ആ നിത്യമായ പൗരത്വത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഇന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെ എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ഒരുപോലെയുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതലായി നീ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഇന്ന് നീ പല ഭാരത്തോട് കൂടിയായിരിക്കാം കടന്നു വന്നത്. നിന്റെ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയുന്ന, ചിന്തിപ്പിക്കുന്ന പല ചിന്തകളും പിശാചിന്ന് നിന്റെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ട്. നിനക്ക് 2 പൗരത്വമുണ്ട്. അതേ ശ്രേഷ്ഠമായ അനിത്യമായ പൗരത്വത്തിന് വേണ്ടി ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും അതിനുവേണ്ടി നിന്റെ ജീവനെ എറിഞ്ഞു കൊടുക്കുവാനും തക്കവണ്ണം നിനക്ക് കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പം മുല്ലപ്പെരിയാർ തകർന്നാലും, എന്തെല്ലാം വന്നാലും, സുനാമി അടിച്ചാലും, രോഗം വന്നാലും, ഭാരം വന്നാലും, കഷ്ടതകൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം ഭരിച്ചാലും, ആ സ്വർഗീയ പൗരത്വത്തിന്റെ നിത്യമായ അതിനുവേണ്ടിയുള്ള ഒരു നിക്ഷേപത്തിന്റെ അവകാശമാകുവാൻ തക്കവണ്ണം ഇന്ന് നീ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ദൈവവൈതനെ. രണ്ടാമതായി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി. നിന്റെ നിക്ഷേപം പണമായി ഒരുപക്ഷെ നീ പല സ്ഥലങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ചെറിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 പേര് മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴ് ഈ ലോകത്തിൽ വെച്ച് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത ഒരു മനുഷ്യന് അവനൊരു ചെറിയ വീടാ കിട്ടിയത്. അവനിങ്ങനെ പരതി നോക്കുക, എന്താ എനിക്കിന്നൊരു ചെറിയ വീട് കിട്ടിയേ? കാരണം പള്ളിക്ക് കൊടിമരമുണ്ടാക്കാനും പെരുന്നാൾ നടത്താനും അങ്ങനെ പേരെഴുതി വെക്കുന്ന, പേരും പ്രശസ്തിയും കിട്ടുന്ന എല്ലാത്തിനും വേണ്ടി കൊടുത്ത ഒരു ചരിത്രമാണ് അവനുള്ളത്. ആരെങ്കിലും 4 പേരോ 10 പേരോ അറിയുന്ന സ്ഥലത്ത് അവന്റെ പേര് വലുതായി എഴുതി കാണിക്കാൻ തക്കവണ്ണം അവൻ ഒരുപാട് കൊടുത്ത ചരിത്രം അവന്റെ ജീവിതത്തിലുണ്ട്.
പക്ഷേ ഈ രണ്ടാമത്തെ മനുഷ്യന് വലിയൊരു വീട് കിട്ടി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പട്ടിണി കിടന്നപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴും ദേവാലയത്തിൽ ചെന്ന് സ്തോത്രകാഴ്ചയിടണമെന്നും ഉള്ളതിൽ നിന്ന് അവൻ കൊടുക്കണമെന്നുള്ള മനസ്സുണ്ടായിരുന്നു. വീട്ടിൽ പട്ടിണിയായിരുന്നപ്പോഴും അവന്റെ പേര് ഈ ലോകത്തിൽ എഴുതണമെന്നല്ല അവൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി വലിയ ക്ലേശങ്ങളൊക്കെ സഹിച്ചു. മുറുക്കി ഉടുക്കത്തക്കവണ്ണം അതിനുള്ള ആഹാരം പോലും അവന്റെ ഭവനത്തിലില്ലായിരുന്നു. അവന് വേദനകളൊക്കെ മാത്രമേ മിച്ചമുള്ളായിരുന്നു. അധ്വാനിക്കുന്നതോറും അവന്റെ വീട്ടിൽ പട്ടിണി മാത്രമേ ഉള്ളായിരുന്നു. അവന്റെ വീട്ടിൽ രോഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അവന്റെ വീട്ടിൽ ഭാരങ്ങൾ മാത്രമേ ഒക്കെ ഉള്ളായിരുന്നു. എന്നാൽ അവന് കിട്ടിയത് മനോഹരമായ സ്വർഗത്തിലെ ഒരു ഭവനമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് നിന്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നീ ഒരു ബാങ്കിന്റെ മാനേജരാണ്. നിന്നെ ഞാൻ കുറെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിനിയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങളോട് ദൈവം ചോദിക്കും, നിങ്ങൾക്കും എനിക്കും ലഭിച്ചിരിക്കുന്ന അധികാരം നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരുപാട് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് അധികാരങ്ങൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു വീട്ടമ്മയാകുവാനുള്ള അധികാരമെന്ന് പറയുന്നത് അത് വലിയ ഒരു അധികാരമാണ്, ചെറുതല്ല. പ്രിയപ്പെട്ടവനും കുഞ്ഞുങ്ങൾക്കും അയൽക്കാർക്കും കടന്നു വരുന്നവർക്കും വിരുന്നുകാർക്കും എല്ലാം സ്നേഹത്തോടെ വെച്ച് വിളമ്പിക്കൊടുക്കുന്ന, ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്ന ഒരു വീട്ടമ്മയുടെ അധികാരമൊട്ടും ചെറുതല്ല. ഒരു അധ്യാപകനാകാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നെങ്കിൽ ആ അധികാരം ചെറുതല്ല. ഒരു വിദ്യാർത്ഥി ആയിരിക്കുവാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നെങ്കിൽ ആ അധികാരമൊട്ടും ചെറുതല്ല. ഒരു കർഷകനാകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നുവെങ്കിൽ ആ അധികാരം ചെറുതല്ല. ഏത് അധികാരവും വിനിയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിനിയോഗിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയണം. മൂന്നാമതായി, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർവീസ് ആൻഡ് ടൈം, സേവനവും സമയവും. നമ്മൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യാറുണ്ട്. എപ്പോഴാ സേവനങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും. നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം ചെയ്യുന്നവരെ നമ്മൾ സഹായിക്കും. നമ്മുടെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിൽ അതിന് വരുന്നവരുടെ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് പോകും. ഈ കല്യാണമൊക്കെ മാറിയിട്ട് ഒരു പ്രാർത്ഥന നടക്കുകയാണ്. എന്താ? ഒരു പ്രാർത്ഥന നടക്കുക. അപ്പൊ ദൈവത്തെ ആരാധിക്കാനാണ്. അവിടെ നോക്ക്, നമ്മുടെ വീട്ടിൽ ഇന്ന് ആരൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നു, അടുത്ത ആഴ്ച പ്രാർത്ഥനയ്ക്ക് അടുത്ത അയൽക്കാരന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോകത്തില്ല. അവൻ വല്ല പനി പിടിച്ചോ ആശുപത്രിയിലായിരുന്നോ ആയിരിക്കും വരാതിരുന്നു, എന്നാലും വരത്തില്ല, പോകത്തില്ല, നമുക്ക് പോകാൻ പറ്റത്തില്ല. 5 രൂപ നമുക്ക് വായ്പ തരുന്നവന് നമ്മൾ 10 രൂപ കടം കൊടുക്കും, അല്ലാത്തവന് കൊടുക്കുമോ? ഇല്ല. നിങ്ങളുടെ ആയുസ്സിന്റെ ഭൂരിഭാഗവും നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി ജീവിച്ചവരായിരിക്കാം. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഈ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം, ഈ ലോകം നിങ്ങളെ പരിഹസിച്ചിരിക്കാം, ഈ ലോകം നിങ്ങളെ നിന്ദിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, അവന്റെ നാമത്തെ ആരാധിക്കുന്നുവെങ്കിൽ, അവനെ സേവിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ദൈവം തള്ളിക്കളയുകയില്ല. ബന്ധപ്പെടേണ്ട വിലാസം: ജീസസ് മിനിസ്ട്രി, ഗെത്സമൻ സെന്റർ, വടക്കെടുത്തുകാവ്, അടൂർ. ഫോൺ 0473-422-7269. മൊബൈൽ 8943126437. Email jesusministryindia@gmail.com.